விஷ்ணு. ஆமா, எல்லாரும் எங்க போயிட்டீங்க? நான் நினைச்சேன் ரூம் வெக்கேட் பண்ணி ஆஸ்பத்திரி விட்டு எல்லாரும் போயிட்டீங்கன்னு. ഇന്ന് പൊതിയിൽ എന്താണമ്മ സ്പെഷ്യൽ? ஆப்பிள், பெங்களூர் ஆப்பிள் ஸ்பெஷல். இந்தா പാൽ, ചൂടാന പാൽ, നമ്മ ഹൗസ് പാൽ. ഈ പാലും പഴവും കൊണ്ടിരുന്നതിന് പകരം മനുഷ്യന് കഴിക്കാൻ കൊള്ളാവുന്ന വല്ലവും കൊണ്ടുവരാൻ വയ്യായിരുന്നോ? കണ്ണാ, சாப்பிடக்கூடாதுன்னு டாக்டர் சொல்லியிருக்காரே. അയാളെ വലിയ തണ്ണിയമ്മ. ആമാ, நான் அந்த ஆளை கேட்கிறேன். அந்த ஆளே எனக்கு தெரிஞ்சவர் தான். അത് ഇന്നലെ ഇവിടെ വന്നപ്പോ മനസ്സിലായി. മേജറോട് കുടിക്കാൻ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ദുഷ്ട, താനും കാലു മാറിയോ? ഇവളോ എതിര് വന്ന് വന്ന് താനും ഇവിടെ ഭാഗത്തായി. അല്ല, അങ്ങനെ വരുമെന്ന് എനിക്കറിയാം. വന്ന് വന്ന് നിങ്ങൾ രണ്ടു ഒരു കൈ, ഞാൻ ഒറ്റയ്ക്ക് കളത്തിന് പുറത്ത്. അമ്മ, ഇതെന്നാ ഈ തോരണ യുദ്ധം കഴിഞ്ഞ ഹനുമാന്റെ പോലെ ഈ കാടും പടലും ഒക്കെ? ഹനുമാൻ ഫാഷനാ? இந்த தடவையாவது என் கூட கோயிலுக்கு வரணும். நம்ம கோயில் ரொம்ப விசேஷமான கோயில். காபாலீஸ்வரர், கற்பகாம்பாள். കേൾപ്പെട്ടിരിക്കിയാ? വരിയാ? പോലാമാ? അതൊരു നല്ല കാര്യമാണ്. ഇവിടെ ഇങ്ങനെ മുനിഞ്ഞിരിക്കാണ്ട് അമ്പലങ്ങളിലൊക്കെ പോയി ഈശ്വരന്മാരെയൊക്കെ കണ്ട് നേരിട്ട് സംസാരിച്ച് സാവധാനം വന്നാ മതി. ഉണ്ണിയേട്ടൻ ഇവിടെ ഒറ്റയ്ക്ക്? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ദാ നിൽക്കുന്നു സാക്ഷാൽ വിഷ്ണു. പിന്നീട് എപ്പോഴെങ്കിലും പോവാം. നല്ല കാര്യങ്ങൾ ഒന്നും നാളേക്ക് വെക്കരുത്. ചിലപ്പോ നാളെ നമ്മുടെ കയ്യിൽ ഒതുങ്ങിയില്ലെന്ന് വരും. அப்படி சொல்ற கண்ணா. கண்ணே, நான் போயிட்டு வந்துடுமா? அப்ப நாங்க போயிட்டு வந்துடுறேன். நாங்க திரும்பி வர்றதுக்குள்ள இந்த பால் பூரா சாப்பிடணும், இந்த பழம் பூரா சாப்பிடணும். அம்மா, ஹனுமான் ஸ்டைல். தேங்க்ஸ் தேங்க்ஸ் தேங்க்ஸ். கண்ணா, நாங்க போயிட்டு வந்துடுறோம். என் கண்ணை ஜாகிரதை பாத்துக்கோ. சமுத்திரா வா. ഇടയ്ക്കൊക്കെ രണ്ട് ലാർജ് അടിക്കാൻ പറ്റാത്തതിന്റെ ശ്വാസം മുട്ടല് ഭാര്യമാരെന്ന് പറയുന്ന ഈ വർഗത്തിന് മനസ്സിലാകുകയല്ല. അല്ല, കമ്പനിക്ക് വേണ്ടി ഒന്ന് മണപ്പിക്കാൻ പോലും തയ്യാറായത് തന്നോടന്തരായി ഇതൊക്കെ പറയുന്നത്. എടോ, ഞാൻ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. താൻ പോയി ഒരു പൈന്റ് സംഘടിപ്പിച്ചോ. ഈ രണ്ടുപേർ കൂടി അരക്കുപ്പി പോതുമാ? ഞാൻ മാത്രമേ ഷാപ്പിടൂ. ഇത് വെജിറ്റേറിയനാ. തന്റെ കയ്യിൽ ഇരിക്കാ? ഇങ്ങ സ്റ്റോറിൽ ഇരിക്കു സാർ. മഹാഭാവി, നീ ആ മെഡിസിന്റെ കൂടി ഇതും വെച്ചിരിക്കാ? ശരി ശരി, ഓടിപ്പോയി ചീക്കറും കൊണ്ടാ. മേജർ, കുടിക്കരുത്. ട്രീറ്റ്മെന്റ് കഴിയുന്നവരെങ്കിലും പ്ലീസ്. വിഷ്ണു, നമ്മൾ കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും മരിക്കും ഇല്ലേ? ഈ ജീവിതത്തെ കുറിച്ചുള്ള എന്റെ ഫിലോസഫി ഉണ്ടല്ലോ, മരണം മുമ്പിൽ വന്ന് പുഞ്ചിരിക്കുമ്പോൾ ഭയപ്പെടാതിരിക്കുക, മരണത്തിന്റെ മുഖത്ത് നോക്കി പൊട്ടിച്ചിരിക്കുക. ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആസ്വദിക്കുന്ന മനുഷ്യന്റെ പൊട്ടിച്ചിരി കേട്ട് ഈ മരണമുണ്ടല്ലോ, അവൻ ലജ്ജിക്കണം. ടെൻഷനിൽ നിന്ന് ഒളിച്ചോടാനല്ല ഞാൻ കുടിക്കുന്നത്, ബിലീവ് മീ. പിന്നെ ഈ കത്ത് തിന്നുന്നതിന്റെ ഒരു സുഖമുണ്ടല്ലോ, ജസ്റ്റ് ഫോർ ദാറ്റ്. ചിലപ്പോ തോന്നും ജീവിതം ഒരു കടങ്കഥയാണ്. വെൽ, ഐ ഡോണ്ട് നോ. വിഷ്ണുവിന് പെണ്ണ് പൂജിക്കാനുള്ള ഒരു വിഗ്രഹമായിരിക്കും. നോട്ട് ഫോർ മീ, നോ. അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് വരെ പെണ്ണ് എനിക്കൊരു കളിപ്പാട്ടമായിരുന്നു. കൈയും കാലും തളരുന്നത് വരെ കൈമാറി കളിക്കാനുള്ള ഒരു കളിപ്പാട്ടം. ബട്ട് അതിലും എനിക്കൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. അന്യൻ ആഗ്രഹിക്കുന്ന ഒന്നും അറിഞ്ഞുകൊണ്ട് ഞാൻ സ്വന്തമാക്കില്ല. സെക്സ് ശരീരത്തിന്റെ ഒരു ആവശ്യമാണ്. തുടങ്ങി വെക്കാനേ ഒരാൾക്ക് കഴിയൂ, പൂർത്തിയാക്കാൻ മറ്റേയാൾ സന്നദ്ധയാവണം. ഞാൻ ജലന്ധറിലായിരുന്നപ്പോ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ ரொம்ப விசேஷமான கோயில். நீ என்ன மனசுல நினைச்சாலும் அது அப்படியே கரெக்டா நடக்கும். மல்லிப்பூ திருப்பனே திருப்பனே, ஒரு 8 நாளுக்கு மல்லிப்பூ கூட. மதுரை மல்லி நல்ல வாசனையா இருக்கும். இந்த வர எவ்வளவு? 50 പൈസ. 40 പൈസ പെട്ടുക്കോ. 10 പൈസ കൊടു. എന്തിനാ ഇതൊക്കെ? ഞാൻ പൂ വെക്കാറില്ല. நீ சும்மா ரமுக்குட்டி, இந்தா வச்சுக்கோ. சுமங்கலிங்க நிறைய பூ வச்சுக்கணும், அதான் அழகு. அண்ணா வா.
இந்த கோயில் கட்டினது யார் தெரியுமா? என் ஹஸ்பண்ட் தான். இந்த முருகர் விக்கிரகம் இருக்கு பாரு, அது அவரே தஞ்சாவூருக்கு போய் ஒரு மாசம் நின்னு அப்படியே கடைஞ்செடுத்தார். இந்த படி கட்டினது யார் தெரியுமா? நான் தான். பேர் போட்டு பாரு. இங்க பாரு. ஐயோ பேர காணமே. இங்க இருக்கு பாரு. இங்க பாரு, சொர்ணம்மாள். பாத்தியா? இந்த படி ஏன் கட்டின தெரியுமா? என் ஹஸ்பண்டுக்கு திடீர்னு ஒரு காலு ஒரு கை அப்படியே இழுத்துக்கிச்சு. என்ன பண்றதுன்னு தெரியல. அப்பா பயப்பட்டோம். அப்ப கூப்பிட்டேன், முருகா எப்படியாவது அவரை காப்பாத்துறான்னு கூப்பிட்டேன். நீ சொன்னா நம்ப மாட்டேன், ஒரே மாசம் எழுந்து குடு 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 குடுன்னு ஓடி வரார். குதிரை குட்டி மாதிரி. அன்னைக்கு போட்டேன் பேரு. இங்க பாத்தியா, சொர்ணம்மாள். தெரியுதா? முருகா வா வா. I think it was in 1962. അന്ന് ഞാൻ വെറും ഒരു ലെഫ്റ്റനന്റാ. ഫോർവേഡ് ഏറിയ സ്ഥലം. സംഭവം ചൈനീസ് അഗ്രഷൻ ആണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഈ ബോംബിങ്ങിന് രക്ഷപ്പെടാനുള്ള ട്രെഞ്ച് ഉണ്ടല്ലോ, കഷ്ടിച്ച് 4 പേർക്ക് ഇരിക്കാവുന്നിടത്ത് 16 പേരായിരിക്കുന്നത്, ഓഫീസേഴ്സും മെന്നും അടക്കം. അപ്പോഴും ഈ മേജർ ഉണ്ണികൃഷ്ണൻ പുറത്ത് നിന്നേ ഉള്ളൂ. എന്താ ഇവന്റെ ഒരു ബലം. Can you follow me? Come on, അമ്മു, വരൂ. ഉണ്ണിയേട്ടൻ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൂടെ? നിങ്ങൾ കൂടെ ഇരുന്ന് കുടിപ്പിക്കായിരുന്നു. കുടിക്കുന്നതും കുടിക്കാതിരിക്കുന്നതും എന്റെ തീരുമാനം. അതിന് വേറൊരാളെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ? വേണ്ട വേണ്ട, ഭാഗമൊന്നും പറയണ്ട. എല്ലാം എനിക്കറിയാം. ഈ മനുഷ്യൻ കരുതി കൂട്ടി എല്ലാം അറിഞ്ഞുകൊണ്ട് ഉണ്ണിയേട്ടനെ കുടിപ്പിക്കായിരുന്നു. നിങ്ങൾക്ക് കുടിക്കാമായിരുന്നില്ലേ? നിങ്ങൾ കുടിക്കില്ല, അത് നിങ്ങളുടെ പ്രിൻസിപ്പലാണ്. ഉണ്ണിയേട്ടൻ കുടിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാം. എന്നിട്ട് നോക്കിയിരുന്ന് രസിക്കുന്നു. എന്റെ ഉണ്ണിയേട്ടൻ എന്തെങ്കിലും വന്നാൽ ഞാനല്ല സഹിക്കേണ്ടു. കാൽക്ക് കിടക്കുമ്പോ ആർക്ക് വേണമെങ്കിലും ചവിട്ടി അരയ്ക്കാമല്ലോ. അമ്മു, why don't you keep quiet? മിണ്ടാതിരിക്കണം. മിണ്ടാതിരുന്നാൽ I say you. ഉണ്ണിയേട്ടാ, വിഷ്ണുവേട്ടാ, ആരെങ്കിലും ഒന്ന് വിളിക്കൂ. സാരമില്ല, കുറച്ചു നേരം അങ്ങനെ മയം കിടക്കട്ടെ. ഞാൻ ഡോക്ടർ ചെറിയാനോട് പറയാം. ഞാൻ പോകുന്നു. എന്നെ വിശ്വസിക്കണമെന്നില്ല, പക്ഷെ അമ്മു, കരുതിക്കൂട്ടിയ ഒരു ജീവിതം ചവിട്ടിയരയ്ക്കാനുള്ള കഴിവ് എനിക്കില്ല. എന്നെ ഏറ്റവും അധികം അറിയാവുന്ന അമ്മുവാണോ ഇങ്ങനെ പറഞ്ഞത്? ഇല്ല, ഞാൻ ആരുടെയും ജീവിതം, എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം പോലും ഞാൻ എന്റെ ദുഃഖങ്ങളുമായി ഒതുങ്ങിക്കൂടാനേ ആഗ്രഹിച്ചുള്ളൂ. സോറി, ഐ ആം സോറി. ഉണ്ണിയേട്ടൻ കുടിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാം. എന്നിട്ട് നോക്കിയിരുന്ന് രസിക്കുന്നു. കാൽക്ക് കിടക്കുമ്പോ ആർക്ക് വേണമെങ്കിലും ചവിട്ടി അരയ്ക്കാമല്ലോ.
ഞാൻ നോവിച്ചോ? ഇല്ല, ഞാനാണ് വേദനിപ്പിച്ചത്. പാവം വിഷ്ണുവിനെ നീ വഴക്ക് പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല. എന്നാലും എന്റെ നിയന്ത്രണം എങ്ങനെ വിട്ടുപോയിന്നാ എനിക്ക് അത്ഭുതം. എനിക്കും. പാവം വിഷ്ണു, അയാൾ എന്ത് വിചാരിച്ചു കാണും? ആ, ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അല്പം പിണങ്ങുന്നത് നല്ലതാ അല്ലേ? പിണക്കം തീരുമ്പോ ഓ എന്തൊരു സുഖമാ. ആ സുഖം ഓർക്കുമ്പോ വീണ്ടും പിണങ്ങാൻ തോന്നും. എന്തൊരു മുഖമായിരുന്നു, ഞാൻ ആദ്യം കാണുകയാ മുഖം. സാറും അത്ര മോശമൊന്നും അല്ലായിരുന്നു. വഴക്ക് പറയുമ്പോ മുഖത്തെ പത്രാസൊന്ന് കാണേണ്ടതായിരുന്നു. അമ്മാവൻ വന്നില്ലല്ലോ. കത്തയച്ചിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. കമ്പി അടിച്ചിരുന്നേ പറന്നു വന്നേനെ. ഇവിടെ ആരെങ്കിലും വേണം. എന്തോ എന്റെ മനസ്സിനൊരു സുഖമില്ല. ഇവിടെ എന്താ കുഴപ്പം? വിഷ്ണു ഉണ്ട്, സ്വർണ്ണാഭരണ വിഭൂഷിതയായ സ്വർണ്ണമ്മയുണ്ട്. പിന്നെ അവരൊക്കെ അന്യരല്ലേ, സ്വന്തക്കാരെങ്കിലും ഇവിടെ വേണം. സ്വന്തക്കാരെക്കാൾ എപ്പോഴും നല്ലത് അന്യരാണമ്മു. എന്റെ അനുഭവം അതാ. പിന്നെ വിഷ്ണു അന്യനാണോ? ഒന്നുമില്ലെങ്കിൽ ഒരു നാട്ടുകാരല്ലേ. വിഷ്ണു പരിഭവിക്കാതിരുന്നാ മതിയായിരുന്നു. ഹീസ് സച്ച് എ നൈസ് ഫ്രണ്ട്. അയാൾ ഇവിടെ വരാതിരുന്നാൽ ഏതായാലും നീ നാളെ വിഷ്ണുവിന്റെ ലോഡ്ജിലേക്ക് പോകണം. നീ ചെന്ന് പറഞ്ഞാലേ അയാളുടെ പരിഭവം മാറും. വരൂ. ഒറ്റയ്ക്കാണ് വന്നത്? അല്ല, കൂടെ അറ്റൻഡർ മുൻസ്വാമി ഉണ്ട്. അയാൾ കാറിലിരിക്കുന്നു. ഇരിക്കൂ. ഉണ്ണിയേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഇന്നലെ അദ്ദേഹം മദ്യം കഴിക്കുന്നത് കണ്ടപ്പോ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. എന്നോട് ക്ഷമിക്കണം. അമ്മ വഴക്ക് പറഞ്ഞപ്പോ എനിക്കൊരു വിഷമം ഉണ്ടായില്ല. അമ്മൂലെ ഭാര്യയുടെ സ്നേഹം കണ്ട് എനിക്ക് അസൂയാണ് തോന്നിയത്. ജീവിതത്തിൽ നമ്മൾ ഒന്നാകാൻ ആഗ്രഹിച്ചവരാണ്. പക്ഷേ നമ്മൾ അകലേണ്ടി വന്നു. ഇന്ന് ഞാനൊരു ഭാര്യയാണ്. വിഷ്ണുവേട്ടൻ എന്റെ ഫോട്ടോ ഇനിയും സൂക്ഷിച്ചു വെക്കരുത്. അമ്മന്റെ ഒരു ഫോട്ടോ എങ്കിലും സൂക്ഷിക്കാൻ അമ്മ എന്നെ അനുവദിക്കണം. മറ്റൊരാളുടെ ഭാര്യയുടെ ഫോട്ടോ സൂക്ഷിക്കുന്നത് തെറ്റല്ലേ വിഷ്ണുവേട്ടാ? തെറ്റാണെന്നറിയാം. പക്ഷെ ഒരു കാലത്ത് അവൾ എന്റെ കാമുകയായിരുന്നു. അവൾ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. വിഷ്ണുവേട്ടാ, ആ ഫോട്ടോ നശിപ്പിച്ചു കളയൂ. ഇനിയും അത് സൂക്ഷിക്കരുത്. അമ്മു, വിഷ്ണുവേട്ടൻ എത്രയും വേഗം ഒരു വിവാഹം കഴിക്കണം. അമ്മു എന്നോട് എന്തും പറയാം. പക്ഷെ ദൈവത്തെ ഓർത്ത് എന്നെ ഉപദേശിക്കരുത്. ഉപദേശമല്ല, എന്റെ ഒരു അപേക്ഷയാണ്. അമ്മൂന് എത്ര എളുപ്പത്തിൽ എല്ലാം മറക്കാൻ കഴിഞ്ഞു. ഞാനൊന്നും മറന്നിട്ടില്ല വിഷ്ണുവേട്ടാ. പക്ഷെ പലതും നമ്മൾ മറന്നേ പറ്റൂ. എല്ലാം മറക്കാൻ വേണ്ടിയാണ് വിഷ്ണുവേട്ടൻ വിവാഹം കഴിക്കാൻ പറഞ്ഞത്. വിഷ്ണുവേട്ടാ, എനിക്കൊന്നും മറക്കാൻ കഴിയുന്നില്ല അമ്മോ. മറക്കണം വിഷ്ണുവേട്ടാ. മറവിയാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ഞാൻ പോട്ടെ. ഉണ്ണിയേട്ടന് വിഷ്ണുവേട്ടനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ വന്നേക്കാം. എന്റെ കൂടെ വരുന്നതിന് വിരോധമുണ്ടോ? എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അത് കഴിഞ്ഞാലുടൻ വരാം.